വിശുദ്ധ സുവിശേഷം 9 അധ്യായം 14 മുതൽ 17 വരെ വചനങ്ങളിൽ യോഹന്നാൻ ശിഷ്യന്മാർ ഈശോയോടടുത്ത് ചോദിക്കുകയാണ്, ഞങ്ങൾ ഫരീസിയരെ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈശോ അവരോട് പറയുകയാണ്, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴന്മാർക്ക് ദുഃഖം വചിക്കാനാവുമോ? അത് മണവാളൻ കൂടെയുള്ള സമയം എന്ന് പറഞ്ഞാൽ വിവാഹവിരുന്നിൻ്റെ സമയമാണ്, അത് സന്തോഷത്തിൻ്റെ ദിനമാണ്. അപ്പോൾ ദുഃഖം വചിക്കാൻ കഴിയില്ല. ഈശോ ശാരീരികമായി കൂടെയുള്ള സമയം അത് സന്തോഷത്തിൻ്റെ സമയമാണ്. നിത്യയിൽ ഈശോ നമ്മോട് ഒപ്പമുള്ള സമയമാണ്, ആ സന്തോഷത്തിൻ്റെ ദിനമായിരിക്കും എന്നുകൂടി ഈ വചനങ്ങളിലൂടെ ഈശോ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. എന്നിട്ട് ഈശോ അവരോട് പറയുകയാണ്, എന്നാൽ ഈശോ ശാരീരികമായിട്ട് അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസം വരും, ആ ഈശോയുടെ മരണം ഉയർപ്പ്, അപ്പോൾ അവർ ഉപവസിക്കും. അതുപോലെ ശരിയായ ഉപവാസത്തെപ്പറ്റി വിശുദ്ധ മത്തായി സുവിശേഷം 6:14 ഈശോ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്, അത് ഇല്ലാത്ത വിഷാദം ഉണ്ടെന്ന് കാണിച്ച് ഉപവസിക്കരുത്. അതുപോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയും ആവരുത് നമ്മുടെ ഉപവാസങ്ങൾ. നാം ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും അറിയാൻ ഇടയാകരുത്. അപ്പോൾ ഇതിനർത്ഥം ഈശോയുടെ കാലത്ത് ഇങ്ങനെയുള്ള ഉപവാസ രീതികൾ ഉണ്ടായിരുന്നതാണ്. അതിനാൽ ഈശോയുടെ ഉയർപ്പിന് ശേഷം ഈശോ പഠിപ്പിച്ചതും കൽപ്പിച്ചിരിക്കുന്നതും അനുസരിച്ചുള്ള ദൈവത്തോട് ചേർന്ന രീതിയിലുള്ള ഉപവാസമായിരിക്കാം അവർ അനുഷ്ഠിക്കുക എന്ന്, അതുപോലെ നാം അനുഷ്ഠിക്കേണ്ടതെന്ന് ഈശോ വചനങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ വചനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നത്, ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷ്ണം തുന്നി പിടിപ്പിക്കാറില്ല, പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറുമില്ല. ഈശോ പഠിപ്പിച്ചതും കൽപ്പിച്ചിരിക്കുന്നതും അനുസരിച്ച് മറ്റുള്ളവരെ കാണിക്കാനോ മറ്റുള്ളവരെ പ്രീതിക്ക് വേണ്ടിയോ അതുപോലെ നാം ഉപവസിക്കുന്നതാണെന്ന് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ടോ ഒന്നുമല്ലാതെ അദൃശ്യനായ പിതാവ് മാത്രം അറിയുന്ന വിധത്തിൽ ഉപവസിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സുവിശേഷം ഇഷ്ടപ്പെടുകയും കുട്ടികൾക്കും മറ്റുള്ളവർക്കുമായി സുവിശേഷം പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുകയും ചെയ്യുമല്ലോ. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.